everything you have ever wanted is sitting on the other side of fear. എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ തുടങ്ങാൻ നമുക്ക് ഭയങ്കര മടിയും ബുദ്ധിമുട്ടും ഒരു വിഷമവും ഒക്കെ ആയിരിക്കും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് വന്നാലും വേണ്ടിയില്ല, എന്ത് തടസ്സങ്ങൾ വന്നാലും വേണ്ടിയില്ല, നമ്മൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഏത് മേഖലയിലായിക്കോട്ടെ, അതിന് വേണ്ട ഒരു കാര്യം നമ്മുടെ പാഷൻ തന്നെ. എൻ്റെ കാര്യത്തിൽ ഡാൻസാണ്. ഞാൻ ടീച്ചിങ് ഫീൽഡിൽ നിന്ന് മാറി പിന്നീട് എൻ്റെ ഒരു ഡാൻസ് പാഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി മൈ പാഷൻ. സോ ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന ഈ കുട്ടി വ്ളോഗ് ലാസ്റ്റ് ഇയർ ഈ ഒരു വേദിയിലായിരുന്നു എൻ്റെ അരങ്ങേറ്റം. ഈ വർഷം ഇതേ വേദിയിൽ തന്നെ ഞങ്ങളുടെ കുറച്ച് ഗ്രൂപ്പ് ഡാൻസ് ആൻഡ് സെമി ക്ലാസിക്കൽ പെർഫോമൻസ് ഉണ്ട്. എൻ്റെ ഒപ്പം എൻ്റെ മോളും ഇതേ സ്റ്റേജിൽ 2-3 ക്ലാസിക്കൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ അരങ്ങേറ്റ ബാച്ച്. അതായത് നിങ്ങൾ പോസ്റ്ററിൽ കാണുന്ന ഈ 3 പേരാണ് ഈ വർഷത്തെ അരങ്ങേറ്റ ബാച്ച്. ഇവിടെയാണ് നമ്മൾ ഈ വർഷത്തെ പ്രോഗ്രാം ചെയ്യുന്നത്. ലാസ്റ്റ് ടൈമും ഇവിടെ തന്നെയായിരുന്നു. ഒരു ഡാൻസ് പ്രോഗ്രാം ഒക്കെ ആകുമ്പോൾ നല്ല തിരക്കുള്ള ഒരു ടൈമാണ്. നമ്മൾ സ്വന്തം കാര്യം തന്നെയല്ല അവിടെ ചിന്തിക്കുന്നത്, നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ കൂടെ ഉള്ള എല്ലാ കുട്ടികളും എവിടേക്കോ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു അവിടെയെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു മൈൻഡിലാണ് നമ്മളൊരു ഗ്രൂപ്പ് ഡാൻസിന് കയറുന്നതും. ആ മെൻറ്റാലിറ്റി നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഗ്രൂപ്പിൻ്റെ സക്സസ് കാണാൻ പറ്റുള്ളൂ. ആസ് യൂഷ്വൽ നമ്മൾ രാവിലെ തന്നെ വന്നിരുന്നു, നമ്മുടെ മേക്കപ്സ് ഒക്കെ തുടങ്ങി. അരങ്ങേറ്റ ബാച്ചിൻ്റെ ഫസ്റ്റ് മേക്കപ്പ് കഴിഞ്ഞു. പിന്നെ ഒരു കുട്ടി ബാച്ചുണ്ട്, അവരുടെ സെമി ക്ലാസിക്കൽ പെർഫോമൻസ്. സോ ഇത് നമ്മളൊരു വെളുപ്പിന് തൊട്ട് തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം കാണുന്ന ആൾക്കാർ ഓർക്കും ഈസി ആണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് എപ്പോഴും വ്യൂവേഴ്സിന്. പക്ഷെ അത് ഒത്തിരി നാളത്തെ എഫേർട്ടും ഹാർഡ് വർക്കും എല്ലാം ഇടണേൻ്റെ ലാസ്റ്റിലാണ് നമുക്കൊരു ഫൈനൽ ഔട്ട്കം വരുന്നത്. സോ ഇപ്പം നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന രാത്രി 7 o'clock ആകുമ്പോൾ നമ്മുടെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് സന്ധ്യയ്ക്ക് മുമ്പായിട്ട് നമ്മുടെ കറക്റ്റ് ടൈമിൽ പങ്ക്ച്വലായിട്ട് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. ഒരു കാര്യത്തിൽ വിജയം കരസ്ഥമാക്കണമെങ്കിൽ അതിൽ പ്രയാസവും ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് തരണം ചെയ്ത് അതിനെ അതിജീവിച്ച് നമ്മളൊരു നല്ല വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്കം വെക്കുക എന്നുള്ളത് ഏതൊരു ആർട്ടിസ്റ്റിൻ്റെയും അല്ലെങ്കിൽ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ പ്രയത്നം, ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഒരു സ്വപ്നം തന്നെയാണ്. അതിൽ ഒരു സ്വപ്നമാണ് ഈ സ്റ്റേജിൽ നിങ്ങൾ കാണുന്ന. ഞാൻ ചെറിയ ഷോർട്സ് ആയിട്ട് ഇതിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ടൈം കിട്ടിയപ്പോൾ എൻ്റെ ഒരു മിനി വ്ളോഗ് ഇടാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു വർഷത്തെ എഫേർട്ടും ഹാർഡ് വർക്കും എല്ലാം കാണുന്ന ഒരു ടൈമാണ്. ഇന്നത്തെ ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഫോർ ഫർദർ വീഡിയോ. ടേക്ക് കെയർ. ബൈ.